തൊഴിലാളികളെ പിരിച്ചുവിടാൻ കോറോ ഹെൽത്ത് കമ്പനി തീരുമാനിച്ചത് നിഷേധാത്മക നിലപാടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. 10-ാം തീയതി നിശ്ചയിച്ച ചർച്ചയിൽ കമ്പനി പങ്കെടുക്കുമോ എന്നതിൽ ഉറപ്പില്ല. കമ്പനി ചർച്ചയ്ക്ക് എത്തിയില്ലെങ്കിൽ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ മുൻവിധികളില്ലാതെ ആ ചർച്ചയ്ക്ക് പോവുകയാണ്. അവർ ചർച്ചയ്ക്ക് ഇവിടെ എങ്ങനെ സമീപനമാണ് എടുക്കുന്നതെന്ന് പക്ഷേ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് ആശാവഹമാണോ എന്നൊരു ആശങ്കയുണ്ട്. എങ്കിലും പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ 10-ാം തീയതി എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തത് അവരാണ്. പക്ഷേ ഇതുവരെ ടൈമോ കാര്യമോ പറഞ്ഞിട്ടില്ല. അതായത് ഈ പ്രശ്നം ഉണ്ടായ നിമിഷം മുതൽ തൊഴിൽ വകുപ്പ് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തിങ്കളാഴ്ച സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സീനിയർ ഓഫീഷ്യൽസ് ഉണ്ടാകില്ല, ഇവിടെയുള്ള ഓഫീഷ്യൽസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലേബർ കമ്മീഷണർ വിട്ടത്. ആ വിടുന്നത് വരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് നമ്മൾ നിർദ്ദേശിച്ചത്. ശരിയെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് അതല്ല ചെയ്തത്. പിന്നെ ഓരോ ദിവസവും അവരത് ചെയ്യുന്നില്ല. തൊഴിൽ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ചെന്ന് ഹാജരാകുന്ന ജീവനക്കാരുടെ അറ്റൻഡൻസ് എടുത്ത് പോകുന്ന നടപടിയാണ് ഇപ്പോൾ കോഴിക്കോടും കൊച്ചിയിലും നടക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്തരത്തിലൊരു ക്ലോഷർ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന് അത് നേരത്തെ നോട്ടീസ് തന്ന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ജീവനക്കാരുടെ സെറ്റിൽമെൻ്റ് അടക്കമുള്ള പാക്കേജ് അതൊക്കെ നിയമപരമായി നടത്തേണ്ടതാണ്. ഇനിയിപ്പോൾ ലേബർ കോഡ് നിലവിൽ വന്നാൽ പോലും 300 ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതാണ്. ഇതൊന്നും പാലിക്കാതെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ ജീവനക്കാരെ പെരുവഴിയിലിറക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.